ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. വെറുതെ എന്തിനാ എഴുതിയില്ല ഒഴിക്കണേ? അത് ചോദിക്കാം, ഞങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? അന്ന് ഇവർക്ക് പ്രായപൂർത്തിയായിണ്ടായി. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഇവന് 1 മാസം പ്രായമുണ്ട്. എല്ലാം വളരെ പെട്ടെന്ന്. ഒരു ഹണിമൂണിന് പോയതാ. എന്താ ചേട്ടാ? കപ്പലുണ്ടാക്കി കപ്പലിലാണേ കുപ്പായക്കാരി. വേണ്ട വേണ്ട, ഈശ്വര, വലിയ വലിയ കഥകളാണെന്നൊക്കെ. ഒരുപാട് കഥകൾ പുറത്തു വരും. No. സത്യം പറയാലോ, നമ്മളെ റിയാലിറ്റി ഷോ കാണുമ്പോഴും ഇതേപോലെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ അമ്മച്ചിനെ ചോദിച്ചത്. ആ കൊച്ചെറുക്കൻ നിഷ്കളങ്കനായ അയ്യോ, സത്യശീലനും സുശീലനുമായ എന്ത് സുന്ദരൻ. ഇന്നസെന്റാ നോക്കി, എന്റെ മുഖം നോക്കൂ. കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോ 9 മക്കളുള്ള ഒരു വീട്, ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഇത്? ഓ, ആദ്യത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഈ മുറിയിൽ ഒരു സൂചി കുത്താൻ ഇടയില്ലാതെ ഫുൾ ആൾക്കാരായിരുന്നു, ഈ അങ്ങറ്റം പോലെ ഇങ്ങറ്റം വരെ. അപ്പൊ ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോ ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു, തല ചായ്ക്കാനൊരു സ്ഥലം ഒക്കെ. ഈ വണ്ടി ഫസ്റ്റ് ഓണർ ഇത് നമ്മുടെ ലാലേട്ടനാണ് കേട്ടോ. ഓ, അപ്പൊ ഇതാണ് മറ്റേ ക്രിസ്ത്യൻ ബ്രദേഴ്സിലൊക്കെ കാണുന്നത്. ലാലേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, പ്രോമി മോനെ നീ ആ വണ്ടി എടുത്തോളൂ. ഒരു പട്ടിക്കൂടുണ്ടല്ലോ. ഞാൻ വൈകി വരുമ്പോ കിടക്കാനുള്ള സ്ഥലമായിരുന്നു. അപ്പൊ ഇത് ചേട്ടനാണോ? ഇത് ചേട്ടൻ. ഇത് ചേട്ടൻ. ചേട്ടന് വിഷമമുണ്ടോ? വിഷമൊന്നുമില്ല, നല്ലതല്ലേ? നീമാർക്ക് ഇത്തിരി പൊക്കൊക്കെ ഉള്ളത്. ഞാൻ ഒരുവിധ ഏരിയാസിലൊക്കെ ഞാൻ TV കണ്ടു. അതെന്തുകൊണ്ടാ? എന്ന് പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എനിക്ക് അറിയാം എന്ത് സിനിമ കണ്ടതെന്ന്. നല്ല റൊമാൻറ്റിക് സിനിമയിൽ നല്ല അടിപൊളി ഭക്ഷണം, ഒരു ജാതി ഭക്ഷണം ജാതി കിട്ടിയ സിനിമയായിരിക്കും. ആ പാട്ടില് ശ്വേത മേനൻ ഇരുന്ന് പാടുന്ന ഊഞ്ഞാലാണിത്. ഓ, ഇത്ര ഡിമാൻഡ് ഉള്ള ഒരു ഊഞ്ഞാലാണ്. That is how I know you go on. ഇങ്ങനെ നോക്കുമ്പോ വിചാരിക്കും തെങ്ങാണ് നോക്കണത്. ഒരു വാഴ നോക്കി ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വാഴയുടെ നോക്കണത്. തെങ്ങിന്റെ മേലെ വാഴ, ഇത് ആദ്യമായിട്ടൊക്കെ കാണട്ടെ ഈ ഒരു പ്രതിഭാസം. 2 വാഴ ഉണ്ടത്. ഇവരോട് തന്നെ ചോദിക്കാം. എനിക്കിത് ഭയങ്കര ഡൗട്ടാണ്. പൂജ വരൂ, ഞങ്ങള് ഇതെന്താ പിച്ചുമ്പയൊക്കെ പറഞ്ഞു തന്നെ വാ. അതല്ലേ ഞാൻ ഓക്കെ ഹോം ടൂർ ആണ്, ചേച്ചിയുടെ അടുത്തേക്കാണ്, അതൊക്കെ അറിയാം. പക്ഷെ ഞാൻ അത് എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം ഇതായിരുന്നു, ഈ വാഴ, തെങ്ങിന്റെ മേലെ വാഴയോ? അത് എന്ത് പറ്റിയ വാഴയ്ക്ക്? വാഴയ്ക്കൊന്നും പറ്റിയില്ല. ഒരുപാട് വർഷമായിട്ടുള്ള വാഴകളാണ്. അതെ, ഒരു 25 വർഷം പഴക്കമുള്ള ഒരു വാഴയാണത്. 25 വർഷം പഴക്കമുണ്ടായിരുന്നു. അപ്പൊ ഈ തെങ്ങ് എവിടെ തോന്നപ്പോ? തെങ്ങ് മുമ്പുള്ള അതിന് മുമ്പുള്ളതാ തെങ്ങ്. അതിന് മുമ്പത്തെ ഒരു കഥയാണ് ആ മാവുകൾ, നിരനിൽക്കുന്ന മാവുകൾ. അത് ശരി. ഓക്കെ, ഏതാണ്ട് ഒരു 48 ഇയേഴ്സ് അല്ലേ ഈ ഒരു വീട് പണിതിട്ട്? ഓക്കെ, അപ്പൊ നമ്മള് ആക്ച്വലി ഇന്ന് ആരുടെ ഹോം ടൂർ ചെയ്യാനാണ് പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഹായ് പൂജ, വെൽക്കം ഹോം. ഓക്കെ, ഹായ് ചേട്ടാ. ഓക്കെ, ഞാൻ ഒന്ന് കാണാൻ വേണ്ടി കയറുന്നു. ഞാൻ ബിഗ് ബോസിലാണ് കണ്ടത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോമിലാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ ബാക്കി വിശേഷങ്ങൾ അകത്താണ് അല്ലേ? ഓക്കെ ചേച്ചി, അകത്ത് പോവാം. പക്ഷെ എന്ത് 2 ഡോറ് ഇതിന്റെ ഫ്രണ്ടില്? ഈ ഡോറാണോ ഈ ഡോറാണോ? എന്റെ അപ്പനോട് ചോദിക്കേണ്ടി വരും. അത് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ 9 മക്കള്. 9 മക്കളാണ്. ആ, 9ാമത്തെ ആളാണ് ചേട്ടൻ. 9ാമത്തെ മോനാണ്. ഇതാണ് തറവാട് വീട്. ആണല്ലേ? വാവ്. അപ്പൊ ഇത് ചേട്ടന്റെ ഇടയിൽ പറഞ്ഞിട്ടായിരുന്നു അപ്പച്ചന് 9 മക്കളാണ്, അതായത് 8 സിബ്ലിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണോ ഈ ഇത്രയും മാവ് ഇവിടെ വെച്ചത്? അതെ, അപ്പച്ചന് 9 മക്കളുടെ ഒരു ഇതില് 9 മാവുകൾ വെച്ചതാ. പക്ഷെ അതില് അവിടെ ഒരു വീട് പണി നടന്നപ്പോ അവരുടെ സൺഷെയ്ഡ് ആ സമയത്ത് വീണപ്പോ നമ്മുടെ 2 മാവ് പോയി. 9ാമത്തെ മാവ് അടിപൊളി, അതിന് സമാധാനം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറാം. ഓക്കെ, നമ്മളിത് തറവാടാണെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ ഒരു മോഡേൺ ഫീലാണ് ഇതിനകത്ത് വരുമ്പോ, അല്ലേ? കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ. ചേഞ്ചസ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഈ സംഭവങ്ങൾ ഞങ്ങളൊരു 12 വർഷം മുമ്പ് ഭയങ്കര ചേഞ്ചസ് ഉള്ളിൽ വരുത്തിയിട്ടില്ല. 2 വാതിലുകളൊക്കെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ, ഓക്കെ. പക്ഷെ ഞാൻ ആക്ച്വലി ഭയങ്കര ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടില്ലേ. പക്ഷെ ഇവിടെ ഒരു ടീപ്പോയി ഇല്ല.
അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 9 മക്കളും കുടുംബം ഇവിടെ താമസിക്കണ്ടേ. എല്ലാവർക്കും ഓടി നടക്കാൻ സ്ഥലം. എല്ലാവർക്കും ഓടി നടക്കാൻ പാത്തിന് കണ്ടിട്ടാണ് അപ്പച്ചൻ അത് ഈ റൂം ഇത്ര സ്പേഷ്യസ് ആയിട്ട് വിടുന്നത്. ശരി, ഇതാണല്ലേ അപ്പച്ചനും അതെ, അതാണ് അപ്പച്ചനും അമ്മയും. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഭയങ്കര റിലീജിയസ് ആണെന്നുള്ളത്. മൊത്തം നമ്മുടെ യേശു മാതാവ്. ഒരു ദിവസം പോലും കൊന്തെത്തിയാതെ എന്നെ കിടത്തി ഉറക്കൂല. അതെന്താ ചേട്ടാ? പണ്ടേ പോലെ ഉള്ള ഒരു സംഭവമാണ്. അത് ഇത് ചെയ്യണം, തുടരണം. അതൊരു ഹാബിറ്റ് ആണ്. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു 12-13 വർഷം മുമ്പ് ഒരു ചെറിയ റിനോവേഷൻ ഒക്കെ ചെയ്തിരുന്നു. പഴയ തറവാടായിരുന്നു, 48 വർഷം പഴക്കമുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ കുറച്ച് ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തു. ഇവിടെ ഇത്രയും സോഫ കിടക്കുമ്പോൾ അവിടെ എന്താ 2 ചെയർ. പിന്നെ ഈ ചെയറിൽ ഞാൻ പ്രത്യേകം കണ്ടപ്പോൾ ഒരു ഭാഗം കടിച്ച പോലെ ഉണ്ട്. ഇങ്ങനെ കണ്ട ഇല്ലേ? ആപ്പിളിന്റെ പോലെ അല്ലേ? ഇത് സ്റ്റീവ് ജോബ്സ് അല്ല. അതെ, പുള്ളി ഡിസൈൻ ചെയ്തതാണ്. ആപ്പിളിന്റെ കമ്പനിയുടെ ആണെന്ന് പറഞ്ഞേക്കാം. ആക്ച്വലി ഇത് അതല്ല, ഇത് നേരത്തെ അപ്പച്ചന്റെ കാലത്തുള്ള, അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പൊ 15 years ആയി. അപ്പൊ അപ്പച്ചൻ ആ സമയത്ത് മേടിച്ചിരുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാനത് ഇത് ഇങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടേ. എന്നാൽ ഈ ഗ്യാപ്പ് എന്തിനായിരിക്കും? അത് എപ്പോഴും ഇരിക്കുമ്പോ നമ്മൾ ഈ വശത്തേക്കല്ലേ തല വെക്കണേ, ആ വശത്തേക്ക് തല പോകാൻ അറിയാണ്ട് ഇവിടെ തല ഇരിക്കണം. അതിന് വേണ്ടിട്ടാണ് ഈ ഗ്യാപ്പ് അല്ലേ? ആപ്പിള് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അപ്പച്ചന്റെ തലയിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു. അതെ, ശരി. അങ്ങോട്ട് പോയാൽ അതിന്റെ അർത്ഥം മക്കള് ഇച്ചിരി രണ്ടരങ്ങ് അതാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പച്ചൻ എടുത്തോണ്ട് പോയി. ഒരു മിനിറ്റ് ഒന്നുകൂടെ പറഞ്ഞേ. തല അങ്ങോട്ട് മാറിപ്പോയാലേ അത് മക്കള് വന്നേണോ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ ആണോന്ന് അറിയണമല്ലോ. അതിനുള്ള ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ അപ്പച്ചൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആക്ച്വലി ചെയർ ചെയ്തതല്ലേ? സ്റ്റീവ് ജോസിനുണ്ട് ഇവിടെ കടിപ്പിച്ചു. അത് ചേച്ചി എന്നിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഞാനോ? ഇപ്പോഴേ ഐഡിയ എനിക്ക് കിട്ടി. എനിക്ക് അറിയില്ല. ടെസ്റ്റ് ചെയ്യും ഞാൻ. ചേച്ചി ടെസ്റ്റ് ചെയ്യാത്ത ഒന്നും ഇല്ല മോളെ. അയ്യോ, ഓക്കെ. അടുത്തത് വേഗം വേറെ സ്ഥലത്തേക്ക് പോകുന്നത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒരു സ്പേസ് ആണ് അല്ലേ? ഫോട്ടോ വാൾ. ഓക്കെ. അപ്പൊ ഇത് പറയൂ, ഇതൊക്കെ ഏത് വയസ്സിൽ? മക്കളെ ഇപ്പൊ സത്യം പറഞ്ഞാൽ മക്കൾ ഇത്ര ചെറുതൊന്നല്ല, മക്കള് നല്ല ഉള്ളതിൽ ഏറ്റവും ചെറുത് ഞങ്ങളാ. ഈ പടത്തിൽ കാണുന്നതിൽ ഏറ്റവും ചെറിയ ആളാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ആള്. ആണല്ലേ? ഏറ്റവും ചെറിയ ആള്. അവൻ +1 പഠിക്കണു. ഇപ്പൊ 6'3" ആയി. 6'3" ഹൈറ്റോ? റിച്ചാർഡിനോട് പുള്ളിക്കാരുടെ പറയലോ നിൽക്കാൻ പറ. ഇതാണോ ചെറിയ ആള്? ഇതാണ് ചെറുത്. ഇവനാണ് ആ ഫോട്ടോയിൽ കാണുന്ന ചെറുത്. ആണല്ലേ? റിച്ചാർഡ്. എപ്പടാ എങ്ങനെ സാധിക്കുന്നത്? ഒന്നും പറയാനില്ല. അപ്പൊ ഇത് ചേട്ടനാണോ? ഇത് ചേട്ടൻ. ഇത് ചേട്ടൻ. ചേട്ടന് വിഷമുണ്ടോ? വിഷമൊന്നുമില്ല, നല്ലതല്ലേ? നീമാർക്ക് ഇത്തിരി പൊക്കൊക്കെ ഉള്ളത്. ഇനി പെണ്ണാനിയെന്ന് പറയൂല്ലോ. എനിക്ക് പ്രായക്കുറവാന്ന് തോന്നുന്നില്ല. ആണല്ലേ? ഓക്കെ. എന്താ ചെയ്യണം നിങ്ങള്? ഞാൻ +1 പഠിക്കണം. വിശ്വതിയില് ഏതാ? സയൻസ്? കമ്പ്യൂട്ടർ സയൻസ്. ഓ മൈ ഗോഡ്. ആരാണത് എടുക്കാൻ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ്? അങ്ങനെയല്ല, ഞാനായിട്ട് ഞങ്ങള് രണ്ടുപേരും പറഞ്ഞിട്ടില്ല. ഇല്ല, അവൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് എടുത്തതാണ്. എടുത്തതാണ്. കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമായിട്ട് എടുത്താണ്. ഇഷ്ടമായിട്ട്. ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ. എന്താ ചെയ്യണേ? ഞാൻ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. എഞ്ചിനീയറിംഗ് ഒക്കെ എത്തിയോ? എന്താ ദൈവമേ, സെക്കൻഡ് ഇയർ. ഏതാ സ്ട്രീം? ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ. ഓ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിള്ളേർ ഭയങ്കര ഇന്റലിജന്റ് ആണ്. അപ്പൊ പിള്ളേര് ഭയങ്കര ഇന്റലിജന്റ് ആണ്, നമ്മളല്ലാന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, അതല്ല. ആരാ അവരെ? ഞങ്ങൾ ആരുടെയാ മക്കള്? അപ്പൊ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനിടയിൽ ചളി അടിച്ചല്ലോ, ആരെ വലിച്ചു നീട്ടിയതാന്ന്? അല്ല, അവൻ എങ്ങനെ പൊക്കം വന്നുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞു അവൻ ഇടയ്ക്ക് ആരോ വലിച്ചതാന്ന്. ഓക്കെ. ഈ ഹൈറ്റ് കാരണം ഇവിടെ തലയൊക്കെ മുട്ടാറുണ്ടോ? റിയലി അതിന്റെ ഒരു എക്സാമ്പിൾ. പഴയ വീടാണല്ലോ. ഇത് നോക്ക് അതിന്റെ വാതിൽപ്പ ഒരു സാധനം ഉണ്ട്. ഇതാണ് അവന്റെ ബെഡ്റൂം. ഇതാണ് അവന്റെ ബെഡ്റൂം. ഇടയ്ക്കിടയ്ക്ക് റിച്ചാർഡിന്റെ തല എല്ലായിടത്തും ഇടിക്കും. തലടിക്കാറുണ്ട് അല്ലേ? അപ്പച്ചൻ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ മറ്റേ സ്റ്റീവ് ജോസിന്റെ കഥ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്ക് ഇവന് റിലേയിലാണോന്ന് അറിയാൻ ഇവൻ കുമ്പിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം റിലേലല്ലാന്നല്ലേ. Oh my God! ഇത്രയും സ്മാർട്ട് അച്ഛനാണ് നിങ്ങൾക്ക് കിട്ടിയത്. വെറുതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്നു നീ. റോണത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ ആണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ റോണത്തെ? അതെ. ഇത് ഓക്കെ. റിച്ചാർഡ് 2, 2.5, 3 വയസ്സെടുത്തു. അത് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു പോക്കായിരുന്നു. ഓക്കെ. മറ്റു ഫോട്ടോസ്, ആ ഫോട്ടോസ് ചേച്ചി അത് ഞാനൊരു ഫോട്ടോഷൂട്ടില് ചെയ്തതാണ്. ആ കസേരയാണത്. ഓക്കെ, അതൊരു ഫോട്ടോഷൂട്ട്. എന്റെ തല നേരെയല്ലേ നിൽക്കുന്നത്? അതെ അതെ, ചേച്ചി പെർഫെക്റ്റ്.
ഈ കസേരയിൽ അതുപോലെ തന്നെ പ്രോമിയുടെയും ഒരു ഫോട്ടോ ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട്. ചേട്ടന്റെ തല കുറച്ച് ചെന്നിട്ടുണ്ടോ എന്നൊരു സംശയം. അന്ന് എന്തോ ഫംഗ്ഷൻ ഉണ്ടായോ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്തത് ഈ ഫോട്ടോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങള് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡെൽറ്റ കോവിഡ് വന്നില്ലേ 2021. ആ 2021 സമയത്ത് ഞങ്ങൾക്ക് കോവിഡ് സിവിയർ ആയിട്ട് വന്നായിരുന്നു. ഹോസ്പിറ്റലൊക്കെ കിടന്ന് അത് ഞങ്ങൾ 1-2 പ്രാവശ്യം 2-3 ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചധികം സിവിയർ ആയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഓണമായിരുന്നു ഇത്. പക്ഷെ വേറൊരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട്. ഈ ഫോട്ടോയിൽ ആക്ച്വലി എല്ലാവരും ഒരേ ഹൈറ്റിൽ നിൽക്കണം. അത് ഏകദേശം ഒരേ ഹൈറ്റിലാണ്. പിന്നെ അത് കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ ആരോ പിടിച്ചു വലിച്ചു. വലിച്ചു വലുതാക്കി. ഓക്കെ, അപ്പൊ പിന്നെ ഈ രണ്ട് ഫോട്ടോസ് റിച്ചാർഡിന്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. അതും റിച്ചാർഡിന്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എടുത്ത പടമാണ്. ഇതൊക്കെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇത് ഫസ്റ്റ് കോവിഡ് കഴിഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് കോവിഡ് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഇത്. ഈ സെക്കൻഡ് കോവിഡിന്റെ സമയത്താണ്. ഇല്ല, സെക്കൻഡ് കോവിഡാണ് ഞങ്ങളെ ശരിക്കും ഹിറ്റ് ചെയ്തത്. ഈ ഫസ്റ്റ് കോവിഡിന്റെ സമയത്തായിരുന്നു എന്റെ കുർബാന ക്ലബ്ബാണ്. ഓക്കെ ഓക്കെ, ഇതിന്റെ ബാക്കിലൊരു വലിയൊരു ഉരുളി ഇരിക്കുന്നുണ്ട്. അതിലൊരു വലിയൊരു കഥ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെ, ഉരുളി എന്റെ അമ്മയ്ക്ക് ശ്രീധരൻ സ്ത്രീധനത്തിലല്ല, അതായത് പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് പോകുമ്പോ മോൾക്ക് കുറെ പാത്രങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഓ അതില്ല, ഇത്രയും വലുതോ? അപ്പൊ പുറത്തിരിക്കണ കണ്ടില്ല അത് ഓട്ടുരുളിയാണ് ഇതെല്ലാം. അയ്യോ, ചേച്ചിക്ക് പേടിയെന്ന് കള്ളപ്പ. ഇവിടെ ഫംഗ്ഷൻ വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ 9 മക്കളുണ്ട്. വീട്ടുകാര് മാത്രം 50-56 പേരെടുത്തുണ്ട്. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ ഒരു ചെറിയ കുടുംബം, സമാധാനമുള്ള കുടുംബം. ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി ചേച്ചി എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോ 9 മക്കളുള്ള ഒരു വീട്, ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഇത്? ഓ, ആദ്യത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഈ മുറിയിൽ ഒരു സൂചി കുത്താൻ ഇടയില്ലാതെ ഫുൾ ആൾക്കാരായിരുന്നു, ഈ അങ്ങറ്റം പോലെ ഇങ്ങറ്റം വരെ. അപ്പൊ ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോ ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു, തല ചായ്ക്കാനൊരു സ്ഥലം ഒക്കെ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടിരിക്കും നമ്മുടെ. റൊമാൻറ്റിക് ആണ്. ഞങ്ങൾ രണ്ടുപേരും അന്ന് വളരെ റൊമാൻറ്റിക് ആയിട്ട് രാത്രി 2 മണിക്ക് എടുത്തൊരു പടമാണ്. അത് രാത്രി 2 മണിക്ക് പടം എടുക്കാനൊക്കെ എണീറ്റിരുന്നോ? ഈ ഫോട്ടോയുടെ കാര്യം പറയാം. അതായത് ഞങ്ങളൊരു ട്രാവല് പോയിട്ടുണ്ടായിരുന്നു, ഞാനും പ്രമി മാത്രം. അപ്പൊ പിള്ളേരുള്ള സമയത്ത് 2017 അപ്പൊ ആ ട്രാവല് പോയപ്പോ ഒരു ക്രൂയിസിൽ പോയപ്പോ രാത്രി 2 മണിക്ക് എടുത്ത ഫോട്ടോയാ. അവിടെ രാത്രി ക്രൂയിസിൽ ആരും ഉറങ്ങൂല, രാത്രി ഫുൾ ലൈവാണ്. അപ്പൊ അവിടെ ഫോട്ടോസ് എടുക്കണ ലൈക്ക് ഒരു ഇതുണ്ട്, ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ നമ്മള് രാത്രി കറങ്ങി തിരിഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്ത് അവര് ഫോട്ടോ എടുത്തു. അന്ന് ഇവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ വിഷമായില്ലേ? പക്ഷെ നിങ്ങൾ അതിന് ശേഷം മറ്റേ കോടിലും ഉണ്ടായില്ലേ? മതി, ഇതില് കൊണ്ടുപോയില്ലല്ലോ. ആ 2 മണിയിലെ ഫോട്ടോയില് നിങ്ങളില്ലല്ലോ. വെറുതെ എന്തിനാ ഒഴിക്കണേ? പക്ഷെ അവരില്ലെങ്കിൽ എന്താ, ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ രക്തത്തിലും എല്ലാത്തിലും അവരുണ്ടായിരുന്നു. ശരിട്ടോ, ഈ ചേട്ടൻ എല്ലാത്തിലും പിടിച്ചിരിക്കും. 4 കാലം വീണ് പൂച്ച പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്പേസിലോട്ട് പോവാം. ബ്യൂട്ടിഫുൾ പ്ലേസ് ഞങ്ങളുടെ അടുത്തത്. ഓക്കെ, ഭയങ്കര മെമ്മറീസ് നിറഞ്ഞ ഒരു സ്പേസ് ആണിത് അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ചേച്ചി പറഞ്ഞോളൂ, ആ ഒരു ഫോട്ടോ ഈ ആളറിയോ? ഇത് നേരത്തെ അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. ആംചി ഈ അമ്മച്ചിനെ ചോദിച്ചത് ആദ്യം. ഓക്കെ, ആ വല്യപ്പന്റെ ഭാര്യ. ആ കൊച്ചിറക്കാൻ നിഷ്കളങ്കനായ, അയ്യോ സത്യശീലനും സുശീലനും എന്ത് ഇന്നസെന്റ് ആന്ന് നോക്കി, എന്റെ മുഖം നോക്കൂ. ചേച്ചി ഭയങ്കര ഇന്നസെന്റ്, അതിനൊക്കെ ഇന്നസെന്റ്. ഇവിടെ കുറച്ച് സമയം വന്ന് നിന്നുള്ളതിനും കാര്യങ്ങൾ മനസ്സിലായി. കൺഗ്രാജുലേഷൻസ്. ഞങ്ങളുടെ കല്യാണത്തിന്റെ മുമ്പ് എടുത്ത ഫോട്ടോയാണത്. പത്രത്തിൽ കൊടുക്കാൻ എൻഗേജ്മെന്റിന് മുമ്പ് എടുത്ത ഫോട്ടോ. അപ്പൊ ഇതില് എത്ര വയസ്സാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും? അത് പറയാൻ പാടില്ല, വയസ്സ് ചോദിക്കരുത്. കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ നടക്കൂല. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് 18 കഴിഞ്ഞായിരുന്നു. 18
അപ്പൊ ചേച്ചിക്കോ അപ്പൊ 15? പ്രായപൂർത്തിയാവണേന് മുമ്പ് ഇവര് ബാലവിവാഹമാണ് ചെയ്തത് guys. 21 വയസ്സാതെ കല്യാണം കഴിക്കാൻ പാടില്ല. പ്രോമിക്ക് 21 വയസ്സ്, എനിക്ക് 18 വയസ്സ്. അപ്പൊ കറക്റ്റ് ആണ്, ഒരു പ്രശ്നം. Correct അല്ലേ? അതെ അതെ. അപ്പൊ ഇവർക്ക് 45 വയസ്സ്, ഇവര് 40 വയസ്സ്. അപ്പൊ എന്താ പറയാ, ഏത് വയസ്സിലാണ് ആദ്യത്തെ കുട്ടി ഉണ്ടായത്? എനിക്കോ അത് പറയില്ല. വയസ്സ് മാത്രം ചോദിക്കരുത് അല്ലേ പ്രോമി? എത്ര വർഷം കഴിഞ്ഞിട്ടാ? നമ്മള് വയസ്സ് റിവീൽ ചെയ്യാൻ പാടില്ല. ഞാൻ അതല്ല പറയാം, കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി I just give a gift to her. ഇവന് 1 മാസം പ്രായമുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി 19 വയസ്സിൽ ഇത്ര ബുദ്ധിയില്ലല്ലേ? ഫസ്റ്റ് ആനിവേഴ്സറിക്ക് എന്റെ കയ്യില് ഇവന് 1 മാസം പ്രായ. ആണല്ലേ? വളരെ പെട്ടെന്ന് ഒരു ഹണിമൂണിന് പോയിട്ടാ. എന്താ ചേട്ടാ ഒന്നും പറയാനില്ല. അപ്പൊ നേരത്തെ അവിടെ കണ്ട ഒരു ഫോട്ടോ സെഷൻ പോലെ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം വാൾ കാണാം, ബാക്കിൽ ഇവിടെയും. ഫ്രണ്ടിൽ ഇവിടെ കാണുന്നത് എന്റെ ഫാമിലിയാണ്. ഇവിടെ താഴെ. മറ്റേത് പറയും, എന്നിട്ട് താഴത്തെ ഓ റിയലി? അത് പറയട്ടെ. പ്രോട്ടോകോൾസ് ഉണ്ട്. അവിടെ മോളില് ഇരിക്കുന്നത് പ്രോമിയുടെ ഫാമിലിയാണ്. 9 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ അതാണ് 9 മക്കൾ. 9 മക്കളും നടുക്ക് ആ വൈറ്റ് സാരി എടുത്തിരിക്കുന്നത് അമ്മ. അപ്പൊ ഇത് ചേച്ചിയുടെ ഫാമിലി, ഇത് എന്റെ ഫാമിലി. ഇനി ഇതാണ് നേരത്തെ ഇവര് പറഞ്ഞ മറ്റേ അതെ അതെ 2 മണിക്ക് എടുത്ത പിക്ക് ഇതിനകത്തായിരുന്നു. അതെ ഇതിനകത്തായിരുന്നു. ഓക്കെ, ഇത് എവിടെയായിരുന്നു ഈ ക്രൂസ്? ഇത് എവിടുന്നാ തുടങ്ങിയതാ? സ്പെയിനിൽ നിന്ന് തുടങ്ങി. 5-6 കൺട്രി കവർ ചെയ്തത്. ഓക്കെ, നിങ്ങക്ക് ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടല്ലേ? കോവിഡിന് മുമ്പ് വരെ. അതെ അല്ല, കോവിഡിന് മുമ്പ് വരെ വീസ് ട്രാവൽ എല്ലാ കൊല്ലവും ഞങ്ങളൊരു ട്രാവൽ പോകുമായിരുന്നു. അതിനുശേഷം അത് പഴയതുപോലെ സാധിച്ചിട്ടില്ല. ഓക്കെ, അത് എടുക്കല്ല, എന്റെ ബാക്കിൽ എന്റെ ഫലകങ്ങൾ. എന്നെ ഓർമ്മ പ്ലീസ്. അത് കാണിക്കേണ്ടതൊക്കെ. ഓക്കെ, ഇവിടെ പിള്ളേരുടെ എന്താ പറയാ കുറച്ച് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, അവാർഡ്സ് അല്ലേ? ഇതൊക്കെ എന്തിനു കിട്ടിയതാ? അത് +2 കഴിഞ്ഞപ്പോ അങ്ങനെ അവനെ ആദരിച്ചതാണ്. 400 മീറ്റർ. സോറി അത് മാറിപ്പോയി. ഒരു മിനിറ്റ്, +2 കഴിഞ്ഞപ്പോ ആചരിച്ചതാണോ? അത് പിള്ളേര് +2 പാസ്സാവാറില്ലേ? അങ്ങനെയല്ല നമ്മുടെ ഞങ്ങള് അങ്ങനെയല്ല നമ്മുടെ അസോസിയേഷനിലൊക്കെ ലൈക് 10ാം ക്ലാസ്സില് പാസ്സായ കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് മേടിച്ചു. ഓക്കെ, എത്ര മാർക്ക് ഉണ്ടായിരുന്നു? മറന്നുപോയി. അതോ മറന്നുപോയി. അത് സിലബസിലില്ല. അത് സിലബസിലില്ല. ഓക്കെ ശരി. സിലബസിലില്ലാത്ത പൂച്ച ഓട്ടം ചാടരുത്. ഇനി ഗിറ്റാർ, എവിടെ ഗിറ്റാർ കാണല്ലോ? ഓ അത് ആര് വായിക്കില്ലേ? വായിച്ച് പഠിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഓക്കെ, നമ്മൾ ഈ സൈഡിൽ ഒരു ഗിറ്റാർ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ ഡാഡിയുള്ള സമയം മുതലേ ഞാൻ ഗിറ്റാർ വായിക്കില്ലായിരുന്നു. ഒരു പാട്ട് പഠിച്ചേട്ടാ. അപ്പൊ ഇന്നത്തെ ഹോം ടൂർ കഴിഞ്ഞിരിക്കുന്നു. വരും. ഞാനും എന്താളും കുമരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണ് കുപ്പായക്കാരി. ഞാൻ ഭയങ്കര ഗിത്താർ പോയി കാരണം ഗിത്താർ സ്ട്രിങ് പൊട്ടാണ്ടിരിക്കുന്നത് ഭാഗ്യം. ഓക്കെ, ഞാൻ വെച്ച പിള്ളേർക്ക് മറ്റേ അച്ഛന്റെ കുറച്ച് ട്രിക്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ടോ? ഇങ്ങനെ മറ്റേ ഇംപ്രസ് ചെയ്യാൻ. എനിക്കോട് ശരിക്കും ഇത് ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലേ. ഇവന് പഠിക്കും വിചാരിച്ച ഗിഫ്റ്റ് കൊടുത്ത അന്ന് മേടിച്ചപ്പോ എടുത്താണ് അവൻ. എന്ത് കഷ്ടം നോക്കിയേ. അച്ഛൻ ഒരു 2-3 സ്കിൽസ് പറഞ്ഞു കൊടുക്കും ഇംപ്രസ് ചെയ്യിക്കാൻ ഗേൾസിനെ. അവനെ ഗേൾസിനെ ഇംപ്രസ് ചെയ്യണ്ട, ഇംപ്രസ്ഡ് ആവട്ടെ. എന്നിട്ട് ഓ അത് ശരി, അത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇവനല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് 2 ടിപ്സ്? ഇപ്പൊ തന്നെ അവന് കോളേജില് വേണ്ട വേണ്ട ഈശ്വര, വലിയ വലിയ കഥകളാണെന്നൊക്കെ. ഓക്കെ, ഒരുപാട് കഥകൾ പുറത്തു വരും. ഓക്കെ, ഇനി ഇവിടത്തെ ഫ്രണ്ട്സിനെ അയ്യോടാ എന്ത് ക്യൂട്ടായിട്ടുണ്ട്. ആ പടത്തിൽ ഒരാൾ ചിരിക്കും, ഒരാൾ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതെന്താണ്? ആ പടത്തിൽ അവൻ എന്നെ ഇവിടെ പിച്ചിക്കൊണ്ടിരിക്കുക. ആ പടം കറക്റ്റ് എടുത്തപ്പോ പറയുകയും ചെയ്തു. ഇതൊക്കെ ഓർത്തിരിക്കുകയാണോ മോനെ? അല്ല പടം ശരിക്കുള്ളത് ഇവന് സൈഡിൽ വെച്ച് ഞാനിപ്പോഴാ കാണുന്നത്. നീ സഹിച്ചു നിക്കായിരുന്നു അല്ലേ? അയ്യോടാ, അല്ല എന്തിനാ പിച്ചിട്ട് ക്രൂരനായിട്ട്? അതല്ലേ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ അടിയൊന്നുമില്ല, വളരെ സാഹോദര്യത്തിൽ പോകുന്നൊരു ബന്ധമാണെന്ന്. ഓക്കെ, ഞാൻ കല്യാണത്തിന് മുമ്പ് നിതക്കി കൊടുത്ത ഗിഫ്റ്റ് ആണിത്. ആണോ? അയ്യേ, ഇതോ ശാകുന്തളത്തിൽ അരയന്നം അന്ന് പറയണതാ.
ശരി. ഞാൻ എന്നിതേ ഒരു കോളേജിലാ പഠിച്ചേ. ആണോ? അപ്പൊ ഒരു ചോദ്യം ചോദിച്ചേ. അങ്ങനൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത്. ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജിലാ പഠിച്ചേ. എന്നിട്ട് അങ്ങനെ ആദ്യം ഞാൻ നിതേനെ കോളേജിൽ വെച്ച് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നിത പറഞ്ഞത്. ഓ പക്ഷെ ഒരേ കോളേജിലാണ് പഠിച്ചത്. ഞാൻ എന്റെ MBA പഠിച്ച് പാസ് ഔട്ട് ആയി കഴിഞ്ഞ ഇയറിൽ നിത അവിടെ വന്ന് MSc IT ചേർന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ പറ്റിയില്ല. പിന്നെ കല്യാണത്തിന് ശേഷം കൊടുത്തു. ഇപ്പോഴാണ് കൊടുക്കണത്. സത്യത്തിൽ ഇപ്പോഴാണ്. അല്ല ചേച്ചിക്ക് ആക്ച്വലി എന്താണ് ചേട്ടൻ ആദ്യം തന്ന ഗിഫ്റ്റ്? എനിക്കോ? ഇതാന്ന് പറയരുത് കേട്ടാ. പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് നടന്ന് സംസാരിക്കാം. എനിക്ക് ആദ്യം തന്ന ഗിഫ്റ്റ് എന്തായിരുന്നു? എനിക്ക് ഓർമ്മയുണ്ട്. ഓ കേട്ടോ, ഞാൻ അവന്റെ ഡയലോഗ് അത് മോന്റെ വക. അതെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ ഒരു സ്റ്റെപ്പ് പോയി നോക്കണ സമയത്ത് വേറൊരു സംഭവം കാണാനുണ്ട്. എന്താണ് സ്റ്റെപ്പിന്റെ നടുക്കിൽ ഒരു ഊഞ്ഞാൽ. ലാലി ലാലി ലേ ലാലി. ആ പാട്ടറിയോ? ആ പാട്ടില് ശ്വേത മേനൻ ഇരുന്ന് പാടുന്ന ഊഞ്ഞാലാണിത്. ഓക്കെ, അത് ഇവിടെ ഈ സ്ഥലത്താണ്. ഈ ഊഞ്ഞാലിൽ തന്നെയാണ്. ഈ ഊഞ്ഞാല് അവര് ഇവിടുന്ന് ഞങ്ങള് മേടിച്ചു. അപ്പൊ അവരിത് വന്ന് കണ്ടപ്പോ അവരൊന്ന് എടുത്തിട്ട് പോയി. ഈ ഊഞ്ഞാല് ആ ഷൂട്ടിന് വേണ്ടി കൊണ്ടുപോയി. ആ സമയത്ത് അപ്പൊ ഇങ്ങനത്തെ ഊഞ്ഞാൽ വേറെ എവിടെ ഉണ്ടായിരുന്നില്ല? അതറിയില്ല, ചിലപ്പോ ഉണ്ടായിരുന്നില്ലായിരിക്കും. അവര് ഈ ഊഞ്ഞാല കടയിൽ ആക്ച്വലി കണ്ടുവച്ചതായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് തന്നെ അത് മേടിച്ചുകൊണ്ട് വന്നു. പിറ്റേ ദിവസം അത് അന്വേഷിച്ച് ഇവിടെ ആൾക്കാർ വന്നു. ഓ, ഇത്ര ഡിമാൻഡ് ഉള്ള ഒരു ഊഞ്ഞാലാണ്. ഇത് ഓപ്ഷൻ വെക്കുന്നുണ്ടോ? അതെ, അല്ല, ശ്വേതാമേനായിട്ട് ഞങ്ങൾക്ക് വേറൊരു ബന്ധമുണ്ടല്ലോ. ഓക്കെ, അതെ, നമ്മുടെ ആങ്കർ ആയിരുന്നു. അതെ, ഇപ്പോഴും എങ്ങനെയുണ്ട് ആ ഒരു കണക്ഷൻ? ശരിക്കും നല്ല നല്ല ബന്ധമുണ്ട്. ശ്വേതാൻ ആ കാര്യത്തിലൊക്കെ പുള്ളിക്കാരിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും. ഇപ്പോഴും അതില് നമ്മൾ എന്ത് ലൈക്ക് പോസ്റ്റ് ചെയ്താലും അതിന് ഉടനെ എന്തെങ്കിലും ഒരു കമന്റ് ഇടും ശ്വേതാജി. അപ്പൊ ശരിക്കും നമുക്ക് തോന്നും ശരിക്കും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ നമ്മളിടുന്ന ഓരോ. നിങ്ങള് 4 ആൺമക്കള്. ഇത് 4 ആൺമക്കള്, 5 പെൺമക്കള്, ഇത് അമ്മ. അപ്പച്ചൻ മരിച്ചിട്ട് ഒരു കൊല്ലം ഫോട്ടോ ആണത്. ഓക്കെ, ഇപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരും ഇവിടെയാണോ? ഇവിടെ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ 4 ആൺമക്കളും ഈ പരിസര പ്രദേശത്താണ് വീട്. ഓക്കെ, ഒന്ന് വിളിച്ചാ അപ്പൊ അടുത്തടുത്താണ്. ഓക്കെ, അപ്പൊ ഈ മേലെ നമുക്ക് ഒരു റൂമും കൂടെ ഉണ്ട്. ആ റൂമിന്റെ ഒരു കഥ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? റൂം ചേച്ചി ഓടുന്ന സോ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഐ മീൻ ഫസ്റ്റ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഉള്ള ബെഡ്റൂമാണ്. ഹണിമൂൺ സ്വീറ്റ്സ്. ഓക്കെ, ചേട്ടന് ഈ റൂമാണ് ഏറ്റവും ഫേവറേറ്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഞങ്ങളെ 11:30 എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വലിയ DJ പരിപാടിയൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു എന്റെ ഫ്രണ്ട്സ്. അന്ന് ഇവിടെ ഭയങ്കര DJ ഒക്കെ വെച്ച് അവർ ഞെട്ടിച്ചു കളഞ്ഞു ഞങ്ങളെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 11:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഈ മുറിയിലാണ് മൂന്നാക്കിയത്. വേറെ ഏത് മുറിയിലാണെങ്കിലും അത് പറ്റില്ലായിരുന്നു. ഈ മുറിയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഇവര് പിന്നെ എവിടെ കുട്ടി അപ്പൊ ഈ ഇവരുടെ ഓർമ്മകൾ ഇവിടെ നിന്നാണല്ലേ? ഇവരുടെ അല്ല, ഞങ്ങളുടെ ഓർമ്മകൾ. ഇവര് ഓർമ്മ വെച്ചാലത്ത് താഴത്തേക്ക് ഇറങ്ങി. ചേച്ചി സത്യം പറയാലോ, നമ്മളാ റിയാലിറ്റി ഷോ കാണുമ്പോഴും ഇതേപോലെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്? ലൈക്ക് ഒരു 1 വേർഡിൽ പറയാൻ പറഞ്ഞ എന്ത് പറയും? ഇതൊക്കെയാണ് കോൺസെപ്റ്റ് കൂടുതൽ. എനിക്കോ? ഇതാ പറഞ്ഞോളൂ. അത് പറഞ്ഞപ്പോ വേഗം പോയി. ചളി പറയാൻ ചേട്ടൻ പറയും. നല്ലൊരു സീരിയസ് കാര്യങ്ങളും പറയും. കുടുംബം എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ പോയാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷവും തിരിച്ചു വരാനുള്ളൊരു എനർജി ഉണ്ടാവണം. അതാണ് കുടുംബം. ഇതാണ് എല്ലാവരും കൂടുന്ന സ്ഥലല്ലേ? അതെ, ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. അത് പ്രോമി ആധികാരികമായിട്ട് പറയും. അല്ല, എനിക്കറിയില്ല. അത് പണ്ടത്തെ ഒരു ലിക്കർ ബോട്ടിലാണത്. അപ്പച്ചന്റെ ഒക്കെ സമയത്തുള്ള ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ള ആന്റിക് ബോട്ടിലാണ്. പണ്ടത്തെ എല്ലാ വീടുകളിലും ചെന്നാലും കാണാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഗ്ലാസ് എടുത്ത്. ഓ, ഇനി അതും വേണോ? എടുക്ക്. റിയലി? മോനെ മറ്റേ പാട്ട് പാടാമോ? അതല്ല, ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ
That's how I know you. Go on. ദൈവമേ. ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് മറ്റേ ക്രോക്കറി ഷെൽഫൊക്കെ ആക്ച്വലി കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു വലിയ ഡൈനിങ് ടേബിൾ ആക്ച്വലി. അതാണ് ഈ 9 പേർക്ക് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഇത് അല്ലേ, വലിയൊരു ഡൈനിങ് ടേബിൾ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ഫുഡ് എത്തണത്? ഇതേണ്ടല്ലോ ഇതേണ്ടല്ലോന്ന് പാവ ചേച്ചിനെ കൊണ്ട് എല്ലാരും പണിയെടുപ്പിക്കണം എന്നാണ് എല്ലാവരും വിചാരം. ചോദിക്കുക, ഒരാളെങ്കിലും ഞങ്ങൾ 3 പേരാണ് ഇവിടെ എല്ലാം ചെയ്യണത്. ആണോ? സത്യം പറയാം, ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആരാണ് ഇവിടെ? എല്ലാരും ഒരുമിച്ച് ഞങ്ങളെല്ലാരും ഹെൽപ്പ് ചെയ്യാറുണ്ട് മമ്മീനെ. ആണോ? പക്ഷെ മമ്മിയാണ് എല്ലാം ചെയ്യണത്, ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന്റെ അംഗീകാരം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ, ഹെൽപ്പ് ചെയ്യും. മൈ ഹെൽപ്പേഴ്സ്. പാത്രം വൃത്തിയാക്കി വെക്കും, ഡ്രസ് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതെ, എല്ലാം വളരെ മനസ്സിലായി ചേട്ടാ. ഇതാണ് നമ്മൾ ചങ്ക് കുറച്ച് കാണിച്ചാല് ചെമ്പരത്തിപ്പൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മ കിച്ചൺ ഏരിയയും കൂടെ കണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. വേണോ അല്ലേ? വേണ്ടേ? വേണോ? വേണ്ടേ? കണ്ടു നോക്ക് നിങ്ങൾ തന്നെ ലാസ്റ്റ്. ഇതല്ലേ? അതെ, ഇത് കംപ്ലീറ്റ് എന്റെ ഏരിയ ആണ്. ആക്ച്വലി ചേച്ചി മാത്രമുള്ള വരാറ് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അതെ, തെറ്റാണ്, ആ ഇൻഫർമേഷൻ തെറ്റാണ്. അത് തിരുത്തിയാക്കും. ഓക്കെ, ഫുഡ് എടുക്കാൻ നിങ്ങൾ വരാറുണ്ടല്ലേ? അതെ, എല്ലാ കാര്യത്തിനും നിതേനെ ഞങ്ങൾ സഹായിക്കാറുണ്ടെന്ന് പറയണമെന്നാണ് ഇത് പറഞ്ഞത്. ആരും പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. ചേച്ചി പറയും. ഇവിടെ ഞാൻ ഒരുവിധ ഏരിയാസിലൊക്കെ ഞാൻ TV കണ്ടു. അതെന്തുകൊണ്ടാ? അല്ല, വേറെ ഒരു സ്ഥലത്തെ ടിവിയിൽ എനിക്കൊരു പങ്കുമില്ല. പക്ഷെ ഇവിടുത്തെ TV ഞാൻ വെച്ചേക്കുന്നത്, അതായത് നമ്മള് ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇവിടെ അടുക്കളക്കകത്ത്. അപ്പൊ നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ട് എന്നൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ട് അവിടെ TV ഞാൻ ഓണാക്കി വയ്ക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എനിക്ക് അറിയാം എന്ത് സിനിമ കണ്ടതെന്ന്. നല്ല റൊമാൻറ്റിക് സിനിമയിൽ നല്ല അടിപൊളി ഭക്ഷണം. ഒരു ജാതി ഭക്ഷണം ജാതി കിട്ടിയ സിനിമ ആയിരിക്കും. നീ കരയണ സിനിമയാണെങ്കിൽ ദയനീയമായിരിക്കും ഭക്ഷണം. എനിക്ക് മൂഡ്സ് മനസ്സിലാക്കാൻ അറിയില്ലേ? ഓക്കെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ നിത ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു. അതാണ് അടിയില് അതെന്താ വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിലമൊക്കെ ക്ലീനിങ് ചെയ്യുന്ന. അപ്പൊ നമ്മുടെ കിച്ചന്റെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ഒരു വലിയൊരു അലമാര ഞാൻ കണ്ടു. തുറക്കണോ? തുറക്കാം അല്ലേ? വേണ്ട അല്ലേ? എന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒന്നും കാണാമല്ലോ. ഒരു നാളികേരത്തിന്റെ ഒരു നാരങ്ങയുടെ പിരിഞ്ഞ തൊണ്ട്. ഇതെന്താണ് ഫ്രിഡ്ജ് നിറയെ സാധനങ്ങള്? സോറി, ഇവര് കേരളത്തിലല്ല സർ ജീവിക്കുന്നത്. ഇങ്ങനെ നിറഞ്ഞൊരു ഫ്രിഡ്ജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വണ്ടി ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ. അതാണ് ആ വണ്ടിക്ക് ഈ വണ്ടി ഫസ്റ്റ് ഓണർ ഇത് നമ്മുടെ ലാലേട്ടനാണ് കേട്ടോ. മോഹൻലാൽ. അതിനുശേഷം എനിക്ക് ആൻഡിച്ചേണ്ടായിരുന്ന, അതിനുശേഷം ഇപ്പൊ റോണിത്തിന്റെ റോണിത് പ്രോമി. ഓ, അപ്പൊ ഇതാണ് മറ്റേ ക്രിസ്ത്യൻ ബ്രദേഴ്സിലൊക്കെ കാണുന്നത് വണ്ടി. ഒരുപാട് സിനിമയിലുണ്ട് ഈ വണ്ടി. ഈ വണ്ടിക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ലാലേട്ടന്റെ വണ്ടി ആയിരുന്നു. ഇതാണ് ഇപ്പൊ ഇവര് ഓൺ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് ലാലേട്ടന്റെ വണ്ടിയാ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ലാലേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, പ്രോമി മോനെ നീ ആ വണ്ടി എടുത്തോളൂ എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പുള്ളി വിളിച്ചില്ല. അല്ല, ഇത് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഇവനാണ് അതിന്റെ ക്രൈസ്. ഇപ്പം പറയും. ആക്ച്വലി നമ്മുടെ സിനിമയിൽ ഇവര് ഭയങ്കര ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. ഈ വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഇതുണ്ട്. ഒരു ഇൻസ്റ്റയിലൊക്കെ ഒരു പേജിലുണ്ട് ഓൾറെഡി. അങ്ങനെ അറിഞ്ഞറിഞ്ഞ് വന്നാണ് ഞങ്ങള്. അപ്പോഴാണ് നിങ്ങൾ അറിയണത് അല്ലേ? അത് അറിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ആക്ച്വലി നമ്മള് അതേ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ. നമ്മൾ എടുക്കുന്ന ഒരു വണ്ടി ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനത്തെ ഒരു കാര്യം. അതും ലാലേട്ടനെ പോലെ ഒരു ലെജൻഡ് ഉപയോഗിച്ചൊരു വണ്ടി. അതെ. അപ്പൊ ഇതാരും ഇപ്പൊ ഓടിക്കണത്? ഓഹോ, അപ്പൊ ഡ്രൈവർ സീറ്റിലൊക്കെ ഇരിക്കുമ്പോ ആൾക്കാര് ഇനി വൈകാതെ എന്താ പറയാ, അനിയൻ എടുക്കൂല ലൈസൻസ്. എന്നിട്ട് ഉടനെ തന്നെ ഇത് അപ്പൊ ഇതിന് തല്ലുണ്ടാക്കോ നിങ്ങള്? അതെ, ഞങ്ങൾ തീരുമാനമാക്കിയിട്ടത് ആഴ്ചയിൽ ഒരു ദിവസം മൂത്ത ആൾക്കും പിന്നെ ആഴ്ചയിൽ അടുത്ത ദിവസം അടുത്ത ആൾക്കും. അങ്ങനെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആഴ്ചക്കണക്കിനാണ് ഇവിടെ വണ്ടി. അതെ, ഓക്കെ. അപ്പം ഇനി നമ്മുടെ ഹോം ടൂറിന്റെ ഏകദേശം ഒരു എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഗാർഡനിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ കൂടുതൽ പൂക്കളും ഇതൊക്കെ വരുമോ? നിങ്ങള് ഗാർഡനിങ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ? ഒരുപാട് നിതയുടെ ചെടിയും സൈഡിലൊക്കെ നിതയുടെ ഫ്ലവേഴ്സും ചെടികളൊക്കെ 9ാമത്തെ കാതലായിട്ടുള്ളതുണ്ട്. ഒരു പട്ടിക്കൂടുണ്ടല്ലോ. അത് പണ്ടത്തെയാണ്. നമ്മളിപ്പോ അതിലവിടെ ഞാൻ വൈകി വരുമ്പോ കിടക്കാനുള്ള സ്ഥലമായിരുന്നു ഈ ചേട്ടൻ. ഓക്കെ,
സോ നമ്മള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പ്രോമിച്ചേന്റെയും നിധി ചേച്ചിയുടെയും തറവാട് വീടാണ് അല്ലേ? അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ പോവാൻ നിൽക്കാം. അപ്പൊ താങ്ക് യു പൂജ. വളരെ നല്ല പൂജ എന്തായാലും കണ്ട് പരിചയപ്പെടണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ചേട്ടനടുത്ത് ബിഗ് ബോസിൽ പോകണം. അപ്പൊ ബിഗ് ബോസിൽ പോണ അത്ര രസമാണോ? ഞാൻ മനസ്സിലാക്കിയത് അത്ര രസമല്ല എന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ ഗുഡ് ജേർണി വിത്ത് യു. താങ്ക് യു. അപ്പൊ ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. ബൈ. നീ മന്നെ ഇടയ്ക്കിടയ്ക്ക് ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്.